എനിക്ക് ഫീൽ ചെയ്തത് സാർ എപ്പോഴും ലാലേട്ടൻ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ ഭയങ്കര രീതിയിൽ എന്താ പറയാ admire ഏറ്റവും ചെയ്യുന്ന കൂടുതൽ പടം ചെയ്തത് ലാലിന്റെ ചെയ്തിട്ടുള്ള കൂടെയാണ്. ആളാണ്. അതെ. അപ്പൊ ഒത്തിരി അഭിപ്രായം സാറ് നല്ല രീതിയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ലാലേട്ടനായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് സാർ? ലാല് ഏറ്റവും കൂടുതൽ എന്നെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത നടനാണ് ആ. ലാല്. ഉം. ലാലെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ഒരു എഴുതി വെക്കാൻ പറ്റില്ല ഈ ലാൽ ഇങ്ങനെയാണ് ചെയ്യാൻ പോണെന്ന്. ഇപ്പോ നാടോടിക്കാറ്റായാലും ശരി, സന്മനസ്സുള്ളവർക്ക് സമാധാനം ശരി, ഉം. ലാല് എന്താണ് ചെയ്യാൻ പോണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഉം. ഇപ്പൊ ടി.പി. ബാലഗോപാലൻ, ഉം. ഞാൻ ലാലിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അതാണ്. ഉം. അതിനകത്ത് ലാൽ എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്. ലാല് കാരണം ഞാൻ ഒരു ഭയങ്കര പെട്ടെന്ന് കരയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഉം. ലാലിന്റെ ചില അഭിനയം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. അതിലൊരു സഹോദരിയായിട്ടുള്ളൊരു അതെ, അതെ, എക്സാക്ട്ലി. അതായത് വേറൊന്നുമില്ല അതില്. അനിയത്തി പോകുമ്പോ അനിയത്തിയുടെ അടുത്ത് ഈവൻ ഒരു 50 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ശാന്തോ പൊട്ടോ എന്തായാലും വാങ്ങാൻ, നിനക്ക് 50 രൂപ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന സംഭവം. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതമായിട്ട് തൊട്ട് കിടക്കുന്ന സംഭവമാണ്. ഒരു 50 രൂപ ഒരു അനിയത്തിക്ക് കൊടുത്തിട്ട് നീ എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങാന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആ ബ്രദറിനെ എത്രത്തോളം സങ്കടപ്പെടുത്തി കാണും. അയാൾക്കൊന്നും പറ്റുന്നില്ല ജീവിതത്തിൽ ഇവരെ സഹായിക്കാൻ. അപ്പൊ പിന്നെ ലാല് അറ്റ്ലീസ്റ്റ് ലാലിനെ സംബന്ധിച്ചോളം ലാലിന് അത് പ്രശ്നമല്ല. ലാൽ അത് കഴിഞ്ഞപ്പോ എന്നൊക്കെ പറഞ്ഞു പോയി. നമ്മുടെ ആ തകർന്ന് തരിപ്പണമായി പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് സത്യനന്ദിക്കാട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ ആണോ? എനിക്ക് ഓക്കെ ആണെന്ന് പറയാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം ഞാൻ കരഞ്ഞു. അങ്ങനത്തെയാണ്. ഇപ്പൊ ചിരിക്കാനും ശരി, അതിനകത്ത് നാടോടിക്കാറ്റില് ഇവര് ലാലും ശ്രീനിയുണ്ട് ഓഫ് കോഴ്സ്. രണ്ടുപേരും കൂടെ ചിരിപ്പിച്ച് ഞാൻ ക്യാമറയൊക്കെ തട്ടി വീണ് സത്യനന്ദിക്കാടുമായിട്ട് വഴക്കായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിരിച്ചു, ക്യാമറ തട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ആ ഷോട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ സത്യം ദേഷ്യം വരും എന്നുള്ളത് നാച്ചുറലി. പക്ഷെ നമ്മള് അതിൻ്റെതായ കൂടെ പോയിട്ടുള്ള ചിരി വരുന്നത് അല്ലാതെ വേണം വെച്ചിട്ടൊന്നുമില്ല. ശ്രീനിവാസൻ സാറുമായിട്ടുള്ള ഓർമ്മകൾ. ശ്രീനിവാസൻ ഈ മരിച്ചു പോയ ശ്രീനി ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. പക്ഷെ എനിക്ക് ആ മരണത്തിന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ സത്യമാണ്. ശ്രീനിയായിട്ട് ഓരോ തിരക്കഥകൾ ഉണ്ടാക്കുമ്പോൾ ഞാനും സത്യനും ശ്രീനിയും കൂടെ ഒരുമിച്ചിരുന്ന് ഞാൻ കൂടെ ഇരിക്കും. എനിക്ക് പ്രത്യേകിച്ച് കഴിവുണ്ടായിട്ടൊന്നുമല്ല, എങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയും. അത് ചിലപ്പോൾ നല്ലതും പറയും, ചീത്തയും പറയും. ശ്രീനിയുടെ ഒരു കാഴ്ചപ്പാട് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ശ്രീനിയുടെ അടുത്ത് ഒരു സീൻ പറഞ്ഞാല് ആ സീൻ ശ്രീനി എഴുതുന്നതും സാധാരണ ഒരു തിരക്കഥ എഴുതുന്നതും വളരെ വ്യത്യാസമുണ്ട്. ഞാൻ ഒരിപ്പോൾ സന്ദേശമായാലും ശരി, ഒരുപാട് സിനിമ ശ്രീനിയുടെ ഒരു എഴുത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എഴുത്ത്. ഒരിക്കലും അയാൾ വിട്ടുപോയി എന്ന് ആലോചിക്കാൻ പോലും എനിക്ക് പറ്റില്ല. എനിക്ക് പിന്നെ മനസ്സിലായ കാര്യം, സാർ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതായത് ഇങ്ങനെ കുറച്ച് മറച്ചു വെച്ച് കുറച്ച് അങ്ങനെയല്ല, ഞാൻ നോക്കിയപ്പോൾ ജെന്വിൻ ആയിട്ട് ഒന്നും മറക്കാനില്ല. ജെന്വിൻ സംസാരമാണുള്ളത് സാറിന്. അത് സാർ ലൈക്ക് കുഞ്ഞിലേ മുതലേ അങ്ങനെയാണോ, എങ്ങനെയാണ് സാറിന് ഈ ഒരു നേച്ചർ? അറിയില്ല. അത് കുഞ്ഞിലെ എൻ്റെ ചോദിക്കണം ഇയാളെങ്ങനെയായിരുന്നു. അല്ല, നമ്മൾ പറയത്തില്ലേ, നമ്മള് പണ്ട് മുതലേ അങ്ങനെയാണ്, എല്ലാം തുറന്ന് പറയും, എല്ലാം അങ്ങ് വെട്ടി തുറന്ന് സംസാരിക്കും. അപ്പൊ എനിക്ക് സാറിന്റെ അത് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് പല സ്ഥലത്തും. ഞാൻ പറഞ്ഞു പോയിട്ട് അത് പ്രശ്നമായിട്ടുണ്ട്. ഇയാൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണവർ എൻ്റെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, അത്ര. അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് മനസ്സിൽ വരുന്ന അങ്ങ് സാർ പറയുന്ന ആളാണ്. സാറിന് ലൈക്ക് ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു റിലേഷൻ എങ്ങനെയാണ്? കാരണം സാറാണ് ഇവരുടെ ഒരു അഭിനയം, എനിക്ക് തോന്നുന്നു ഡയറക്ടറിന് മുന്നേ ഒരു സിനിമാറ്റോഗ്രാഫർ ആയിരിക്കും ഇരുന്നത് നോക്കി കാണുക. അപ്പൊ സാർ എന്തെങ്കിലും ഈ എന്താ പറയാ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അത് പറഞ്ഞു കൊടുക്കുമ്പം എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഇല്ല, ഞാനിപ്പോ ഒരു സീൻ കണ്ട് ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു ഷോട്ട് കണ്ടാല് ഇത് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. ഇത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഒന്നുകൂടെ എടുക്കാം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് ചിലപ്പോ കുഴപ്പമുണ്ടാക്കും, ചിലപ്പോ കുഴപ്പമുണ്ടാക്കാറില്ല. പക്ഷെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? അതായത് വരുന്നതിനനുസരിച്ച് സാർ ചെയ്യുന്നതായിരുന്നോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിനിണങ്ങിയത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ? അങ്ങനെയില്ല. വരുന്ന സ്ക്രിപ്റ്റ് എന്തായാലും ശരി, അത് നമ്മുടെ മാത്രം ഒരു കഴിവല്ല, അഭിപ്രായമല്ല. അത് എഴുതുന്ന ഇപ്പൊ തിരക്കഥാകൃത്ത് വെച്ചിരിക്കുന്ന അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടാവണമെന്നില്ല, പക്ഷെ അത് ശരിയാവും ചിലപ്പോൾ. അപ്പൊ പിന്നെ അതിനോട് അഭിപ്രായം കൂടുതൽ പറയാറില്ല ഞാൻ.
പ്രത്യേകിച്ച് ശ്രീനിവാസന്റെ ഉം. ഒക്കെ കൂടുതൽ പടങ്ങൾ ശ്രീനിയുടെ പടങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഏതെങ്കിലുമൊക്കെ സിനിമ ഇങ്ങനെ സിനിമാറ്റോഗ്രാഫി പോയതിനു ശേഷം ഇപ്പൊ ആ ഡയറക്ടറിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ സാറിൻ്റെതായിട്ടുള്ള സജഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള സജഷൻസ് എപ്പോഴും വരും. ഇത് അങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ പോവായിരുന്നു, ക്യാമറ ഇവിടെ, അതൊക്കെ പറയാറുണ്ട്. അത് എനിക്കുള്ള ഒരു എന്താ പറയുക, സ്വാതന്ത്ര്യം അനുസരിച്ചിരിക്കും. ചിലവർക്ക് ഇഷ്ടാവില്ല. ചില ഡയറക്ടർമാർക്ക് എന്ത് ചെയ്യാണെന്ന് അത് പറഞ്ഞാന്ന് ചോദിച്ചിട്ടുണ്ട്. അതല്ല, അങ്ങനെയല്ല. അപ്പൊ ചിലവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ള കവിഞ്ഞ് വേറൊന്നുമില്ല. കാരണം നമ്മുടെ അല്ല, എപ്പോഴും നമ്പർ 1 എന്ന് പറയുന്നത് ഡയറക്ടറാണ്. അത് മാറ്റമൊന്നും. നമ്പർ 2 ഒക്കെ ക്യാമറമാനാവുന്നു. നമ്പർ 1 ഡയറക്ടർ തന്നെയാണ്. അയാളുടെ അഭിപ്രായമാണ് എപ്പോഴും നല്ലത്. സാറിന്റെ അതേ കാലഘട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന സിനിമാറ്റോഗ്രാഫേഴ്സ് ആയിട്ട് സാർ നല്ല ബോണ്ട് ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഷെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്? ഞാൻ എസ് കുമാർ ആയാലും ശരി, ഇപ്പൊ നമ്മുടെ അളകപ്പനായാലും ശരി, അവരൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ ഈ സിനിമാറ്റോഗ്രാഫേഴ്സ് ഒക്കെ ഒരാളെ കാണത്തുള്ളൂ, അത് ഒത്തിരി പേര് ഇങ്ങനെ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്യാറ്? ഞങ്ങളുടെ അസോസിയേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് പോകുമ്പോ കാണാറുണ്ട്. ഒരുമിച്ച് വർക്ക് ചെയ്യല് കുറവായിരിക്കും. പിന്നെ ഒന്നിൽ കൂടുതൽ ക്യാമറ ഉണ്ടെങ്കിൽ ഞങ്ങള് വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ അഴകപ്പൻ സാറിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സെയിം അഭിപ്രായം തന്നെയാണ് അഴകപ്പൻ സാറും ലാലേട്ടനെ കുറിച്ചിട്ട് പറയുന്നത്. അതായത് എന്താണ് ഈ കാണിക്കുന്നതെന്ന്, നമ്മളാണല്ലോ ഇതിന്റെ പിറകിൽ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ അഴകപ്പൻ സാർ ഭയങ്കരമായിട്ട് ലാലേട്ടനെ വർണ്ണിച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സാർ ലാല് എന്താണ് ചെയ്യാൻ പോണെന്നുള്ളത് ആർക്കും അറിയില്ല. എക്സാക്ട്ലി ഈ ഡയലോഗ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പൊ ഒരു സീൻ കൊടുത്താല് ഈ ലാല് ഈ സീൻ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് അത് അങ്ങോട്ട് കൊടുക്കും. അതേമാതിരി തന്നെയാണ് ഒടുവിലുണ്ണികൃഷ്ണൻ. അങ്ങനെയുള്ള ശങ്കരാടിയാലും ശരി, ഒടുവിലേട്ടൻ എന്നൊക്കെ പറഞ്ഞാല് ഒടുവിൽ ഇങ്ങനെ ഇത് വായിച്ചിട്ട് ഇത് ഇത്ര അവിടെ വയ്ക്കും പുള്ളി. പക്ഷേ പെർഫോമൻസ് വരുമ്പോ ഭയങ്കരമായിട്ട് മാറും. ലാലു അത് തന്നെയാണ്. ലാല് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ആ സീൻ മാതിരി അല്ല ലാല് പെർഫോം ചെയ്യും. ലാല് തന്നെ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഇപ്പൊ മമ്മൂട്ടിക്കും കഴിവുണ്ട്, കഴിവില്ല എന്ന് ഞാൻ പറയില്ല, കഴിവുണ്ട് തീർച്ചയായിട്ടും. എനിക്കൊന്ന് ലാലേട്ടന്റെ മൂവി സർവകലാശാല, അതില് ലാലേട്ടൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര് വരുന്നത്. ആ ഒരു പടത്തിന് ശേഷമാണ് ഈ ഒരു പേര് പുള്ളിക്കാരന് വരുന്നത് തന്നെ. അപ്പൊ അന്ന് ലാലേട്ട മാപ്പ് എഴുതിയിട്ട് ഒരു പോസ്റ്റർ തന്നെ ഉണ്ടായില്ല, എല്ലാരും കൂടെ. ലാൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ അടുത്ത് എന്തോ പ്രശ്നമായ അവസാനം അത് കോളേജിൽ നിന്ന് അയാളെ കളയുക അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു, എനിക്ക് ഓർമ്മയില്ല. സർവകലാശാല അടുത്തത് വേണുനാഗവള്ളിയായിരുന്നു, പാലക്കാട് ഷൂട്ട് ചെയ്ത പടം. അതിലവസാനം ലാലേട്ടന്റെ മാപ്പ് പറയണത് എഴുതി വെച്ചിരിക്കുകയാണ്, ലാലേട്ട മാപ്പ് എന്ന് വലിയൊരു ബാനറാണ്. ആ ഒരു പടത്തിന് ശേഷമാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു പേര് വരെ ആൾക്ക് വീഴുന്നതെന്നാണ് പറയപ്പെടുന്നത്. വരെ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എല്ലാവരും ലാലേട്ടനാണ്. അപ്പൊ കാലഘട്ടം മുതൽ കാണുകയാണ്. അപ്പൊ ഇന്ന് ലാലേട്ടൻ നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു പൊസിഷൻ, ആ അന്നത്തെ ആ ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ലാലേട്ടൻ എന്ന് പറയുമ്പോഴത്തേനും സാറിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? അതായത് ഗ്രോത്ത് എന്നുള്ള രീതിയിൽ ലാല് ഭയങ്കര വലിയ ആളായി മാറി.